അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ റൂംമേറ്റ് ആര്യനന്ദൻ്റെ എൻഗേജ്മെൻറ്റാണ് ഇന്ന്. ട്രിവാൻഡ്രത്താണെന്നുള്ള പോരാ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞാനും ഫേബായും ഫേബൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് എൻഗേജ്മെൻറ്റിൻ്റെ ടൈം ആയിക്ക്. അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു എൻഗേജ്മെൻറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എൻഗേജ്മെൻറ്റിനൊക്കെ കൂടുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നല്ല രസമാണ് കാണാനൊക്കെ. എൻഗേജ്മെൻറ്റിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി സദ്യനും, പിന്നെ ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യ പറയണ്ടല്ലോ. ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യനും ബോളിയും പായസമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനും 3 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസമാണെങ്കിലും ചോറാണെങ്കിലും കറികളാണെങ്കിലും എല്ലാം അടിപൊളി ടേസ്റ്റുള്ള സാധനമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകാൻ നോക്കിയായിരുന്നു. കാരണം ഇവിടെ അടുത്ത് ഞങ്ങൾ എന്തായാലും ട്രിവാൻഡ്രം വന്ന് വിദുരയിലാണ് ഇവളുടെ എൻഗേജ്മെൻറ്റ്. അത് കഴിഞ്ഞ് വിദുരയ്ക്ക് അടുത്താണ് പൊന്മുടി. ഞങ്ങൾ പൊന്മുടിയും കൂടി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആടുന്ന് പെട്ടെന്ന് ഫുഡും കഴിച്ച് ഇറങ്ങി. അവളോട് പറഞ്ഞാൽ ഓള് പോല്ല എന്നൊക്കെ കുറേ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ തിരക്കൊക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ പൊന്മുടി കണ്ടതിന് ശേഷം ഓളെ വീട്ടിലേക്ക് പിന്നെയും പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. പൊന്മുടി അവിടെ ഒരു 10 കിലോമീറ്ററോളം നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ പോലത്തെ സ്ഥലത്തുകൂടി സഞ്ചരിച്ചാൽ വ്യൂ പോയിൻറ്റിലേക്ക് എത്തും. നല്ല രസമാണ്. ഞങ്ങൾ പൊന്മുടി എത്തി. നല്ല രസമാണ് കാണാൻ. ഒരുപാട് മലകളും ഒരുപാട് നല്ല രസമാണ് കാണാൻ. അവിടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കായിട്ട് കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കവാടത്തുമ്പോൾ കണ്ടോ ഒരാട് നിൽക്കുന്നത്. എന്ത് ചെയ്യാൻ, ആടിനൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മേലെ പിടിച്ച് നിർത്തിയേക്കും. അതിലോടിക്ക് ഇങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ. ഞാൾ പോയ സമയത്താണ് ഒരു ചെറിയ മഴ പോലത്തെ ഒരു ഇതുകൊണ്ട് അതിനോട് നല്ല രസം. എന്താ പറയുക, വലിയ കോട മഞ്ഞില്ല, അതുകൊണ്ട് മൊത്തം കാണാനും പറ്റും. പിന്നെ ചെറിയൊരു തണുപ്പ്, നല്ല മഴയൊക്കെ ആയിട്ട് നല്ല സുഖമാണ് കേട്ടോ അവിടെ അങ്ങനെ നിൽക്കാനൊക്കെ. അത് കഴിഞ്ഞ് ഫേബൻ്റെ പപ്പ പറഞ്ഞ മേലൊരു സംഭവമുണ്ട്. അതിമ കയറുന്ന കടൽ വരെ, നമുക്ക് അറബിക്കടൽ വരെ കാണാൻ പറ്റും. കണ്ടോ മേലെ ഈ സ്റ്റെപ്പ് കയറിയിട്ടുള്ള സംഭവം. അതിമ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. ഞാനാണ് ഹീൽസ് ഇട്ട് അതിനെ കൊണ്ട് എനിക്ക് ഇമ കൂടി കയറാനൊന്നും പറ്റുന്നില്ല. അല്ലെങ്കിൽ ചെരുപ്പം കൈ പിടിച്ചുള്ള പോക്കായത്. ഭൂമി അറിഞ്ഞ് നടക്കണം നമ്മൾ. കണ്ടോ, ഭൂമിനെ എപ്പോഴും നമ്മൾ അറിയണം. അതിനല്ലാണ്ട് എനിക്ക് ഹീൽസ് ഇട്ട് നടക്കാൻ പറ്റായിട്ടും നല്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ കയറി മേലെത്തിയൊരു അയ്യ നഗ്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കി. അതിൻ്റെ മേലോട്ട് കയറാൻ പറ്റിയതേനു. ഈ മലമ്മൽ കയറാം, മറ്റേ സ്റ്റെപ്പുള്ള സാധനമില്ല, അതിൻ്റെ മേലേക്ക് കയറാൻ പറ്റൂലേനു. എന്താ അറിയാലോ, അവിടെ പൂട്ടിട്ടിക്കും. എന്താ അറിയാലോ എനിക്ക് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പക്ഷേ കടലൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ കുറേ മലകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനും. ഞാനായിരുന്നു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. താഴോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ പിന്നെയും ഭൂമിനെ അറിഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഗൈസ്. കാലിന് വേദനയൊക്കെ ഉണ്ട്, എന്നാലും ഭൂമിനെ അറിയണം. എന്ത് ചെയ്യാനാ. അങ്ങനെ അടുത്ത പ്രകൃതി രമണീയമായ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി ഒന്നുകൂടി ആര്യനന്ദൻ്റെ പുരയിലേക്ക് പോകണം. അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. ഓളെ പറയുന്നത് അങ്ങനെ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്, സോ സാഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്കാണ് പോയത്. റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി. എനിക്ക് 11:45 കോഴിക്കോടേക്ക് ബസ്സുണ്ട്. ഇവർ ബസ് കയറ്റി തരും. അപ്പോൾ 11:45 വരെ സമയമുണ്ടല്ലോ. അന്നേരം ട്രിവാൻഡ്രത്താണെങ്കിൽ ഓണത്തിൻ്റെ സമയത്ത് ഒരുപാട് ചന്ത, എന്താ എനിക്കറിയില്ല, ഓണച്ചന്തയോ അങ്ങനെ എന്താ
കുറേ എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. ഈ ലൈറ്റ് കാണുന്ന സ്ഥലത്തേക്കാണ് ഇയാൾ പോകുന്നത് ഗൈസ്. അവിടെ നല്ല അടിപൊളിയാണ് കാണാൻ. എന്താ ഓണത്തിൻ്റെ എന്തോ ചന്തയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ആടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിറച്ചും ആൾക്കാരാണ്. പോരാത്തിന് ഒരുപാട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയൊക്കെ കാണാനും. അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുന്നത്. എന്താ കനകക്കുന്ന് പാലസ് ആണെന്ന് തോന്നുന്നു. കനകക്കുന്ന് പാലസിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തത്. അവിടെ പാർക്കാന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത്. ഇന്നൊന്നും തുടങ്ങിയിട്ടില്ല. ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇന്നെല്ലാം സെറ്റ് ചെയ്തിക്കൊന്നും ഇല്ല എന്ന് ഓല് പറഞ്ഞത്. നാളെയാണ് കറക്റ്റായിട്ട് എല്ലാം തുടങ്ങാൻ പോകുന്നത്. തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലൊക്കെ ഇപ്പോഴും പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇയാൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് എന്നെ ബസ്സിൽ കയറ്റി തന്ന് ഇവർ റൂമിലേക്കും പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.